വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. കഴിഞ്ഞ് ലേറ്റായി വന്നാലും ഒരു കാര്യമില്ല. ഓൾവേസ്. അപ്പോൾ ഇന്ന് കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ റിയാക്ഷനാണ്. നമ്മുടെ ആന്നി വർഗീസ് പെപ്പെ, രാജ്ബി ഷെട്ടി, പിന്നെ ഷബീർ, നമ്മുടെ ഡാൻസിങ് റോസ് ഷബീർ ഒക്കെ അഭിനയിക്കുന്ന, സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൊണ്ടൽ അതിൻ്റെ ടീസറാണ്. അല്ല, ഇതിൻ്റെ ഒരു ആനിമേറ്റഡ് ടീസർ കുറച്ച് രസമുണ്ടായിരുന്നു. അതെ, ഇനിഷ്യൽ ആനിമേഷൻ ടീസർ, മോഷൻ പോസ്റ്റർ ഭയങ്കര രസമുണ്ടായിരുന്നു. സോ നമുക്ക് ടീസർ കാണാം. ടീസറാണ്. ഇന്ന് അത് സൈഡ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നു ചേർത്തൻ കള്ളം പിടിച്ച് കന്നടം തന്നെ നമുക്ക് അതിൻ്റെ തുമ്പത്ത് ആളുണ്ടായിരുന്നല്ലേ കപ്പൽ. സോഫിയ പോൾ ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി പ്രൊഡക്ഷൻ കമ്പനിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ പിന്നെ റൈറ്റ് ടൈമാണ് ഓണം. ഓണം സീസൺ. ഓണത്തിന് എന്തൊക്കെയാണ് വരുന്നത്? ഓണത്തിന് ARM ഉണ്ടെന്ന് തോന്നുന്നു. ARM ഇതും ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഇത് ആക്ച്വലി ഒരു ടീസറാണ്. ഇതിന് ട്രെയിലർ വരാനുണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പെപ്പയുടെ സ്ഥിരം പടമാണ്, ആക്ഷൻ പടം. കാരണം പെപ്പയുടെ ഏറ്റവും ഇത് മറ്റേ കടലുമായിട്ട് ബന്ധപ്പെട്ട കഥ. അതെ, കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷൂട്ട് ചെയ്യുന്നത് കൊല്ലത്ത് മറ്റേ അവിടെയാണോ അറിയില്ല കേട്ടോ. ഇതിൻ്റെ വിഷ്വൽ കാണാൻ രസമുണ്ട്. മറ്റേ പടത്തിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി സീക്വൻസ് കടലിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അത് ഫസ്റ്റ് മോഷൻ പോസ്റ്ററിൽ വന്നപ്പോഴും ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഒരു ലൈനിലായിരുന്നല്ലോ അത്. എല്ലാത്തിൻ്റെയും ക്ലൈമാക്സോ ഒരു മേജർ പടത്തിൽ ഒരു മേജർ സീക്വൻസ് കടലിൽ ഒരു നല്ല സീക്വൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് 2018 ശേഷം. അതെ, കടലിൽ CGI ഒരു കടലിലെ ഒരു സീക്വൻസ് അത് ഓൾറെഡി ഇപ്പോൾ ടീസറിനകത്ത് ഉണ്ടായിരുന്നല്ലോ. ഒരു 2-3 ഷോട്ട് വരുന്നുണ്ടല്ലോ. അത് നല്ല രസം ഉണ്ടായിരുന്നത്. മീൻസ് തിയേറ്ററിൽ കാണാനുള്ള ടൈപ്പ് പടമായിരിക്കണം എന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം അതിനുള്ളൊരു അതിൽ രാജ്ബി ഷെട്ടി ടീസർ കാണിച്ചിട്ടില്ല. അത് എന്തെങ്കിലും മേ ബി ആ പുള്ളി കുറച്ച് സർപ്രൈസ് എന്നല്ല, പുള്ളിയുടെ ക്യാരക്ടർ എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ട്രെയിലർ വരുമ്പോൾ ഡെഫിനറ്റ്ലി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആന്നി വർഗീസിൻ്റെ പഞ്ചസ് ഓൺലി കുറച്ച് റോ ആയിട്ടുള്ളൊരു പടമാണെന്ന് തോന്നുന്നു. ഈ അജിത് മാമ്പള്ളി എന്ന് പറഞ്ഞ ആളുടെ ഫസ്റ്റ് പടം പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അവർ മനഃപൂർവ്വം ഓവർ പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവരുടെ പടങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും. ഇതിന് മുമ്പ് പറഞ്ഞ RDX ആണെങ്കിലും വലിയ അധികം പ്രൊമോഷൻ വന്നിട്ടില്ല. പ്രൊമോഷൻ അല്ല, ആ സിനിമ ഈ പറഞ്ഞ പോലെ വേർഡ് ഓഫ് മൗത്ത് ആണ്. RDXനെ അത്ര ഹിറ്റാക്കിയത്. പക്ഷേ ഇവർ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു 50% ഒക്കുപ്പൻസി ആയിരുന്നു തിയേറ്ററിൽ. ഞാൻ ആ സിനിമ രണ്ടാമത് തിയേറ്ററിൽ കാണുമ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രണ്ടാമത്തെ കാഴ്ചയിലായിരുന്നു പടം ഭയങ്കര ഇമ്പാക്റ്റ്. കാര്യം തിയേറ്ററിൽ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ സിനിമയുടെ ഒരു പൾസ് അറിയാം എന്നുള്ളതുകൊണ്ട് അങ്ങനെ കണ്ട ആസ്വദിച്ച ഒരു സിനിമയാണ്. അധികം പോവാത്തൊരു സെറ്റിംഗ് ആണ് ഈ കടപ്പുറം ഈ സംഭവം. അതായത് പണ്ട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ആക്ച്വലി ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പാറ്റേൺ വന്നൊരു പടമുണ്ട് അടിത്തട്ട്. പക്ഷേ ഇങ്ങനെ ആക്ഷൻ പടമല്ല, പക്ഷെ അത് കുറച്ചുകൂടെ വേറൊരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. അതിനകത്ത് എന്തൊരു കടൽ സീക്വൻസ് ഉണ്ട്, 2 ബോട്ടിന്റെ അല്ലേ? അത് ത്രൂ ഔട്ട് ആ പടത്തിന്റെ മെജോറിറ്റി സീക്വൻസ് കടലിലായിരുന്നു. ആ ഒരു ബോട്ടിലും കുറച്ച് ആൾക്കാരും കടലിലാണ് സീക്വൻസ് ഫുൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഓണത്തിനൊരു നല്ല ഇടിപ്പടം
കാരണം പ്രതീക്ഷിക്കാം. കാരണം വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സിന്റെ പടങ്ങൾ എടുത്ത് നോക്കിയാൽ മിന്നൽ മുരളി, ബാംഗ്ലൂർ ഡേയ്സ് ഇതൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലായിടത്തും RDX എല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി തരുന്ന പടങ്ങൾ. മിനിമം ഗ്യാരണ്ടി അല്ല, മാക്സിമം ഗ്യാരണ്ടി ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണാനുള്ള വകുപ്പുണ്ട്. സാംസിയസ് മ്യൂസിക് ചെയ്തിരിക്കുന്ന സാംസിയസ് ആണ്. ശ്രീജിത് സാരംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കലി കുറച്ച് നല്ല ടീമുണ്ട്. സാംസിയസ് ആക്ച്വലി RDXന്റെ അതെ RDXന്റെ മ്യൂസിക് അത്രയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടിയൊക്കെ അത്ര ഭയങ്കര വർക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പടത്തിലും പുള്ളിക്ക് തന്നെ സോങ്ങും ഭയങ്കര ഈ ആനിമേറ്റഡ് മറ്റേ മോഷൻ പോസ്റ്റർ വന്ന മ്യൂസിക്കിന് ഭയങ്കര റിവ്യൂ ആയിരുന്നു. അത് നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ അതായിരിക്കണം മെയിൻ ഒരു ഇവന്റ്, അതായിരിക്കും കാണിച്ചതിൻ്റെ. അതെ. അപ്പോൾ സിനിമ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല ഇതിൻ്റെ ട്രെയിലർ വരും. അപ്പോൾ ട്രെയിലറിൻ്റെ റിയാക്ഷനും ഉണ്ടാവും. ട്രെയിലറിൽ ഒരുപാടൊന്നും റിവീൽ ചെയ്യായിരുന്നു. ഇതുപോലെ ഇതുപോലെ എന്താണ് അതെ ഒരുപാട് മനസ്സിലാക്കാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കണ്ടാൽ മതി. നമ്മൾ ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ കാണാൻ വേണ്ടി തിയേറ്ററിൽ വരുന്നവരായിരിക്കും. അതുകൊണ്ട് അത്രയും വരാത്ത രീതിയിലാണ് ട്രെയിലർ വരുന്നതെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു.